അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ടീ ടൈം സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അവിൽ ബോൾസ്. അവിൽ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ വീട്ടിലുണ്ടാവുന്ന സാധാരണ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഞാൻ വീഡിയോയിലോട്ട് പോകാം. ഒരു ബൗളിൽ ഒരു കപ്പ് അവിലെടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം പാരാം. ഇത് അത്യാവശ്യം മുങ്ങിക്കിടക്കണം, അത്രയും വെള്ളം വേണം. ഒരു 5 മിനിറ്റോളം പുതിരട്ടത്, ഒരു 5 മിനിറ്റോളം വെള്ളത്തിൽ കിടന്നത് സോക്കാവണം. നമ്മൾ കുതിർത്താൻ വെച്ചിരുന്നില്ല അവിലിൻ്റെ എക്സസ് വെള്ളമൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞാനൊരു സ്ട്രെയിനർ വെച്ചുകൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയാണ്. ഈ അവിലിനെ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഈ മിക്സ് അവിലിലോട്ട് 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതാക്കി നുറുക്കിയത്, 1/2 കപ്പ് സവാള ചെറുതാക്കി നുറുക്കിയത്, 1 ടീസ്പൂൺ മല്ലിയില, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, 1 പച്ചമുളക് മുറിച്ചത്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഈ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ ആരോറൂട്ട് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അതും ചേർക്കാം. 2 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ചേർത്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ എല്ലാ ബോൾസും ഉണ്ടാക്കി എനിക്കൊരു 20 കിട്ടിയിട്ട്, ഒരു മീഡിയം സൈസിൽ 20 ബോൾസ് ഇങ്ങനത്തെ കിട്ടി. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ സിമ്മിലിട്ട് പൊരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സിമ്മിലിട്ട് ഏതാട്ടോ ഞാൻ കോരിയെടുത്തു. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് കോരിയെടുത്തു. ഇനി ഗ്യാസിൻ്റെ ഒരു പാന് വയ്ക്കുക. പാന് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് ചൂടായി വരുമ്പോൾ 2 പച്ചമുളക് നടുക്കെ കീറിയത്, കുറച്ച് വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നന്നായി മിക്സ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ സോയ സോസ്, ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി, വിനേഗർ, നമ്മൾ വെള്ള സിർക്കല്ലേ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ സിർക്ക,
അതൊരു 1/2 ടീസ്പൂൺ അതും ഇടുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇല്ലേ, അവിൽ ബോൾസ്, അത് ഓരോന്ന് ഇതിലിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒടിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് നന്നായി ഇളക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് സോസ് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.